ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സാധാ പോലെ ഒരു ഓഫീസ് ഡേ ആണ്. നമ്മുടെ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡ്യൂട്ടീസ് നോക്കാം. നമുക്കൊന്നൊരു ഡിന്നർ ഉണ്ടാക്കാം. ഓഫീസൊക്കെ കഴിഞ്ഞ് എൻ്റെ നിസ്കാരവും ഖുർആനോദലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൈസ് റെഡിയാക്കാനുള്ള കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നായിക്കോളും. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാഷിംഗ് മെഷീനിലിട്ടു. ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട് വേവായോ അരി എന്നറിയാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പാത്രം പൊക്കി നോക്കും, സ്പൂൺ വെച്ച് നോക്കും വേവായോ എന്നറിയാനായിട്ട്. അപ്പോൾ ഞാൻ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് കറി ഇരിക്കുന്നുണ്ട്, അതുപോലെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ്ങിലുള്ളത്. എല്ലാ കറികളും നമുക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ടൈം പോലെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യാനാണെങ്കിലും ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. പിന്നെ യൂസ് അനുസരിച്ച് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യലാണ് പതിവ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന സവാള ഉണ്ടല്ലോ, ഇത് നമ്മുടെ നോമ്പ് തുറക്ക് ബാക്കി വന്ന സവാളയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ കവറിൽ കെട്ടിവെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റോക്കായിട്ടിരുന്നോളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി. പെട്ടെന്നൊന്നും അങ്ങനെ കേടായി പോയില്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് റീസ്റ്റോക്ക് ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ചീരത്തോരൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫിഷ് ഫ്രൈ പൊരിക്കാനുണ്ട്. കരിമീനാണ്. അപ്പോൾ കരിമീനിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നൗഫലിന് മാത്രമാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ കിടന്നായിക്കോളൂ. അങ്ങനെ എൻ്റെ അത്യാവശ്യം കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചീരത്തോരനും മീൻ കറിയും ഫിഷ് ഫ്രൈയും അതുപോലെ ചക്കക്കുരുത്തോരനും ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.